السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലും സമീപത്തുമുള്ള സഹോദരി സഹോദരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സംബന്ധിച്ചുള്ള പഠന സെഷനിലാണ് നാം ഉള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ നാം ധാരാളമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസിൻ്റെ പഠനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഹദീസിൻ്റെ സ്വീകാര്യതയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങളും അടിസ്ഥാനങ്ങളും. തിരുമുഖത്ത് വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നേരിട്ട് കേട്ട് പഠിക്കുകയാണ്, ചര്യ കണ്ട് മനസ്സിലാക്കുകയാണ് സ്വഹാബത്ത് ചെയ്തിട്ടുള്ളത്. റസൂലിൻ്റെ വഫാത്തിൻ്റെ ശേഷം സഹാബികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അല്പകാലം മുന്നോട്ട് പോയി സമൂഹത്തിൽ ചില ഫിത്തനകളെല്ലാം ഉത്ഭവിച്ചു. ഖവാരിജ് പ്രസ്ഥാനം, അതേപോലെയുള്ള ചില പ്രസ്ഥാനങ്ങളുമൊക്കെ രൂപപ്പെട്ടു വന്നു. അത്തരം സാഹചര്യം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് ഒരാൾ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയോട് ഈ പറഞ്ഞത് ആരാണ്, നിനക്കെവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കപ്പെടുന്നൊരവസ്ഥ വന്നു. പ്രമുഖ സഹാബി പണ്ഡിതനായ മക്കയിലെ അധ്യാപകനും കൂടിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് മറ്റൊരു സഹോദരൻ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിച്ചതുപോലെ കാണിച്ചില്ല. ചോദിച്ചു, താങ്കൾ എന്താ ഞാൻ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് തല ഉയർത്തി നോക്കാത്തത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, അങ്ങനെ ഒരാൾ പറയുന്നുവെങ്കിൽ ചെവി കുർപ്പിച്ച് അതിലേക്ക് തല ഉയർത്തി സാഘൂതം ശ്രദ്ധിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആരിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ സ്വീകരിക്കുന്നത് നമുക്ക് അറിയുന്ന ആളുകളിൽ നിന്നാണ്. ഇത് ഉദ്ധരിച്ചതാരാണ്, അയാൾ വിശ്വസ്തനാണോ സ്വീകാര്യനാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിൽ നിന്നാണ് നാം ഹദീസ് സ്വീകരിക്കുന്നത്. അടുത്ത ഘട്ടം താബീകളുടെ ഘട്ടമാണ്. താബീകളിൽ പ്രമുഖ പണ്ഡിതരിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ. അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹദീസ് കേൾക്കുമ്പോൾ പ്രവാചകൻ്റെ വചനമെന്ന നിലക്ക് നമ്മളോട് പറയുമ്പോൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കും. അത് സുന്നത്തിൻ്റെ ആളുകളിൽ നിന്നാണോ അതല്ല ബിദ്അത്തിൻ്റെ കക്ഷികളിൽപ്പെട്ടവരാണോ പറയുന്നത് എന്നുകൂടി പരിശോധിച്ചുകൊണ്ടാണ് ഹദീസുകൾ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൂചിപ്പിക്കുന്നത് പ്രവാചകനിൽ നിന്ന് സ്വഹാബത്തും സ്വഹാബത്തിൽ നിന്ന് താബീയങ്ങളും അവിടുന്ന് താബിങ്ങളിലേക്കും ഹദീസ് കൈമാറ്റം ചെയ്ത് വന്നപ്പോട്ടോ ആ കൈമാറ്റത്തിൻ്റെ ഇടയിലുള്ള ചില വ്യക്തികളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരുന്നു, അറിയേണ്ടി വരുന്നു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിത്തീർന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നാം മനസ്സിലാക്കുമ്പോൾ ഹദീസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സനദ്, മറ്റൊന്ന് മത്ന്. സാധാരണക്കാർ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സദസ്സായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ വിശദമായി പറയുന്നത്. അൻ മാലിക്കിൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമറ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു ഹദീസ് നാം വായിക്കുമ്പോൾ ഇമാം മാലിക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഇമാം നാഫിഇൻ്റെ ഉസ്താദ്
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി റസൂല് പറഞ്ഞ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഇമാം മാലിക്കിലൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന ആ പരമ്പരക്കാണ് ഹദീസിൻ്റെ സനദ് അതല്ലെങ്കിൽ ഇസ്നാദ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രസ്താവന എന്താണോ അതിനാണ് ഹദീസിൻ്റെ മത്ന് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ഹദീസുകൾക്കും രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സനദ്, മറ്റൊന്ന് മത്നാണ്. ഈ രണ്ട് ഭാഗങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് തന്നെയാണ്, പ്രവാചകൻ ചെയ്ത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുവാനുള്ള അത്യധികമായ പരിശ്രമത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഉലൂമുൽ ഹദീസ്, ഇസ്തിലാഹുൽ ഹദീസ് എന്നൊക്കെ പറയുന്ന ഹദീസിൻ്റെ നിദാന ശാസ്ത്രം എന്നത്. വലിയൊരു തീവ്രമായ ത്യാഗോജ്ജലമായ ഒരു പരിശ്രമമാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഇമാം ബുഖാരി റഹിമഹുല്ലയിലേക്ക് എത്തുമ്പോൾ, ഇമാം മുസ്ലിം റഹിമഹുല്ലയിലേക്ക് എത്തുമ്പോൾ 4, 5, 6 ആളുകൾ ആ കണ്ണികളിലുണ്ടാകും, പരമ്പരയിലുണ്ടാകും. ഇത്തരത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവിത ചരിത്രം വളരെ വ്യക്തമായി പരിശോധിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും അയാൾ സ്വീകാര്യനാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടാണ് റസൂലിൻ്റെ ഹദീസ് സ്വീകാര്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സനദിലും പറയപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 100,000-ൽ പരം ആളുകളുടെ ജീവചരിത്രം പഠനത്തിന് വിധേയമാക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി ശാഖകളായിക്കൊണ്ട് ഹദീസ് പഠനം ഏകദേശം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ അത് വ്യാപിച്ചുകൊണ്ടേയിരുന്നു, അത് വിശാലമായിക്കൊണ്ടേയിരുന്നു. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ അല്ലുമ്മലും അദ്ദേഹത്തിൻ്റെ അർരിസാലയിലുമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ചില ഭാഗങ്ങളുണ്ട്. ഹദീസ് സ്വീകരിക്കുന്നതിനുള്ള ചില മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ, നിബന്ധനകൾ അദ്ദേഹത്തെ പോലെയുള്ള ആദ്യ നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു വന്നു. അല്പവും കൂടി കാലം മുന്നോട്ട് പോയപ്പോൾ ഇതൊരു പ്രത്യേക വിജ്ഞാന ശാഖയായി രൂപപ്പെടുകയും അങ്ങനെ ഈ വിഷയത്തിൽ മാത്രമായി കൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഹദീസ് വിജ്ഞാനീയം എന്ന വിഷയത്തിൽ ഈ നിദാന ശാസ്ത്രം ഒരു വിജ്ഞാന ശാഖയായി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. എന്താണ് ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം? വളരെ വിശാലമാണ്. 20 മിനിറ്റ് കൊണ്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അവിടുത്തെ അംഗീകാരം ലഭിച്ചത്, ഇത് മൂന്നിനുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു നാമമാണ് ഹദീസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. സഹാബത്തിൻ്റെയോ താബീങ്ങളതാണെങ്കിൽ അതിന് സാധാരണഗതിയിൽ ആസാർ എന്നാണ് പ്രയോഗിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് സാങ്കേതികമായി നൽകുന്ന പേര് മർഫൂആയ ഹദീസ് എന്നാണ്. സ്വഹാബത്തിൻ്റേതിന് മൗഖൂഫായ റിപ്പോർട്ട് എന്നും താബികളുടേതിന് മഖ്തൂ എന്നും പ്രത്യേക നാമം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഹദീസിൻ്റെ ഓരോ വിഭജനങ്ങൾക്കും ഇനങ്ങൾക്കും തരം തിരിച്ചുകൊണ്ട് പേരുകൾ നൽകി ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം റസൂലിൻ്റെ ഹദീസ് അത് വ്യതിരിക്തമായിരിക്കണം, കുറ്റമറ്റതായിരിക്കണം, അത് മതത്തിൻ്റെ പ്രമാണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു വ്യാജ ഹദീസും അവിടുത്തേതല്ലാത്ത ഒരു ഹദീസും അവിടുത്തെ പേരിൽ പറഞ്ഞുകൂടാ എന്ന കണിശമായ നിലപാട് ഈ പണ്ഡിതന്മാർ സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിന്നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു വ്യാജ ഹദീസ് പറഞ്ഞാൽ, മനഃപൂർവ്വം ഒരു കള്ള ഹദീസ് പറഞ്ഞാൽ, അവൻ നരകത്തിൽ
ഇരിപ്പിടം ഉറപ്പിച്ചോട്ടെ, തയ്യാറായിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതായി പറഞ്ഞിട്ടുണ്ട്. അത്ര ഗൗരവമുള്ളത് കൊണ്ട് തന്നെ ഹദീസ് എന്നത് മതത്തിൻ്റെ ഒരു പ്രമാണമായതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഏറെ ജാഗ്രതയാണ് ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ ഒരു പ്രത്യേക ഇനമായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുള്ള ഒന്നുണ്ട്. അതിന് ഹദീസ് ഖുദ്സി എന്നാണ് പറയുക. സാധാരണ എല്ലാ ഹദീസുകളിൽ നിന്നും ഒരു വ്യത്യാസം ഹദീസ് ഖുദ്സിയിനുണ്ട്. ആ ഹദീസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ ഉദാഹരണം വായിച്ചു പോവുകയാണ്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ റവാ അനില്ലാഹി തബാറക വതആല അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അന്നഹു ഖാല, അല്ലാഹു പറഞ്ഞു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, എൻ്റെ ദാസന്മാര് അക്രമം ചെയ്യുന്നത് എനിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ആ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന ഹദീസ് കാണാം. ഇവിടെ ഈ ഹദീസിന് ഖുദ്സിയായ ഹദീസ് എന്ന ഒരു പ്രത്യേക നാമമാണ് പണ്ഡിതന്മാർ നൽകിയത്. കാരണം അള്ളാഹു പറഞ്ഞ കാര്യം അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാഷയിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് അത്തരം ഹദീസുകൾക്ക് ഖുദ്സിയായ ഹദീസ് എന്ന് പ്രത്യേകം നാമകരണം നൽകി അത് വേർതിരിച്ചിട്ടുണ്ട്. പൊതുവെ ഹദീസിൽ വളരെ എണ്ണം കുറഞ്ഞ ഒരു വിഭാഗമാണ് ഈ ഖുദ്സിയായ ഹദീസ് എന്നുള്ളത്. മൊത്തത്തിൽ ഹദീസുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മുത്തവാത്തിറാണ്, മറ്റൊന്ന് ആഹാദാണ്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന് ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടുന്ന ഹദീസുകൾക്ക് മുത്തവാത്തിർ എന്ന് പറയും. ഇപ്പം വിശുദ്ധ ഖുർആൻ മുത്തവാത്തിറായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അതേപോലെ മുത്തവാത്തിറായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ഹദീസുകളുണ്ട്. ധാരാളം ആളുകൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അവരെല്ലാവരും കൂടി ഒരു കളവിൽ ഏകോപിച്ച് വരിക എന്നത് അസംഭവമായി തീരണം. ഹദീസിൻ്റെ പരമ്പരയുടെ തുടക്കം മുതൽ അവസാനം വരെയുമുള്ള എല്ലാ ഘട്ടങ്ങളിലും പടവുകളിലും ധാരാളം ആളുകൾ ഉണ്ടായിരിക്കണം. ആ ഹദീസിൻ്റെ ചെന്ന് അവസാനിക്കുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്നോ അല്ലെങ്കിൽ റസൂല് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നോ വ്യക്തമായി പറയുന്ന രൂപത്തിലായിരിക്കണം ആ ഹദീസിൻ്റെ പ്രസ്താവം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് നിർബന്ധിതമായും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അറിവ് നമുക്ക് പകർന്നു നൽകുന്നതാണ്. ഈ പറഞ്ഞ നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഹദീസാണ് മുത്തവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത്. നമ്മുടെ സാധാരണ ജീവിതത്തിലും ഒട്ടേറെ കാര്യങ്ങൾ അത്തരത്തിൽ നമുക്ക് ലഭ്യമാകാറുണ്ട്. മേപ്പാടിയിൽ ഉരുൾപൊട്ടി എന്നുള്ളത് ഇന്ന് ആരും നിഷേധിക്കില്ല. നിഷേധിക്കാൻ കഴിയാത്തത്രയും നമുക്കെല്ലാം ബോധ്യമായതാണ്. അതിന് മാത്രം ആ വിഷയത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ആ റിപ്പോർട്ടൊന്ന് പരിശോധിക്കണം എന്ന് അതിൻ്റെ സത്യസന്ധതയെ സംബന്ധിച്ച് ആരും ചിന്തിക്കില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം സഹാബികളിലൂടെ അനേകം പരമ്പരകളിലൂടെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ റിപ്പോർട്ട് ഇപ്പറഞ്ഞ നിബന്ധനകൾക്കെല്ലാം വിധേയമായതാണെങ്കിൽ അതിനാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുന്നത്. മുത്തവാത്തിറായ ഹദീസുകൾ മാത്രം സമാഹരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റഹിമഹുല്ല ഒരു ഗ്രന്ഥം തന്നെ ആ വിഷയത്തിൽ രചിക്കുകയുണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൻ കദബ അലയ്യ മുതഅമ്മിദൻ എന്ന് പറയുന്ന ഹദീസ് അത്തരത്തിൽ മുത്തവാത്തിറായി വന്നതാണ്. 72 സ്വഹാബികളാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്.
ആ സഹാബികളിൽ നിന്ന് അനവധി ശിഷ്യന്മാരിലൂടെ നിരവധി പരമ്പരകളിലൂടെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു റസൂല് പറഞ്ഞ വാക്ക്? ആ വാക്ക് തന്നെയാണ് എല്ലാ ആളുകളുടെയും റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മുത്തവാത്തിർ, ലഫ്ളി, വാക്യവും ഉള്ളടക്കവും തവാത്തുറായി ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടു വന്ന ഹദീസ് എന്നതിന് പറയും. ചില ഹദീസിൻ്റെ പദങ്ങൾ എല്ലാ റിപ്പോർട്ടിലും ഒരേപോലെ വരണം എന്നില്ല. പക്ഷെ ആശയം എല്ലാ വിവിധ ഹദീസുകളിൽ ധാരാളം റിപ്പോർട്ടുകൾ വന്നിരിക്കും. അതിനും പണ്ഡിതന്മാർ മുത്തവാത്തിർ എന്ന് പറയും. ആശയപരമായ മുത്തവാത്തിർ എന്നാണ് അതിന് പറയാറുള്ളത്. ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തുക എന്നത് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തിരസ്കരിക്കില്ല എന്ന ഒരു സന്ദേശമായി കൊണ്ട് പറയുന്നതുണ്ട്. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ റസൂല് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങനെ വിവിധമായ സന്ദർഭങ്ങളിൽ അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കൈ ഉയർത്തിയിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ വിവിധ സംഭവങ്ങളിലെ റിപ്പോർട്ടുകൾ സമാഹരിക്കുമ്പോൾ, അവയെല്ലാം ചേർത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരാശയമുണ്ട്. പല സന്ദർഭങ്ങളിലും പല ഹദീസുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സന്ദേശം എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തുക എന്ന കാര്യം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെയും മുത്തവാത്തിറായി പരിഗണിക്കപ്പെടുന്നു. ലഫ്ള്, വാക്യം മുത്തവാത്തിർ അല്ലെങ്കിലും ആശയം മുത്തവാത്തിറായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുത്തവാത്തിറായ റിപ്പോർട്ടുകൾ രണ്ട് രൂപത്തിലുമുണ്ട്. ഇവയൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായും അല്ലാതെയും സമാഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുത്തവാത്തിർ അല്ലാത്ത മൊത്തം ഹദീസുകൾക്ക് ആഹാദ്, ഖബർ ആഹാദ് എന്ന് പറയും. സാധാരണഗതിയിൽ ഖബർ ആഹാദ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഹദീസ് എന്ന വാക്കർത്ഥം അതിന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ വാക്കർത്ഥം ഇവിടെ ഈ വാക്കിനില്ല. അതിവിടെ ഉദ്ദേശമേ അല്ല. ഒറ്റപ്പെട്ട റിപ്പോർട്ടല്ല ഖബർ ആഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുത്തവാത്തിർ അല്ലാത്തത് എന്ന് മാത്രമാണ്. രണ്ട് വിഭജനമാണ്. ഒരു ഭാഗത്ത് മുത്തവാത്തിർ റിപ്പോർട്ട്, മറ്റൊരു ഭാഗത്ത് മുത്തവാത്തിർ അല്ലാത്തത്. ആ മുത്തവാത്തിർ അല്ലാത്ത റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായ ഹദീസുകൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് മഷ്ഹൂറാണ്. മൂന്നോ അതിലധികമോ പരമ്പരയുള്ള റിപ്പോർട്ടിനാണ് മഷ്ഹൂറായ ഹദീസ് എന്ന് പറയുക. നമ്മൾ ഭാഷയിൽ പറയുന്ന അർത്ഥങ്ങൾ ഇത്തരം സാങ്കേതിക പ്രയോഗങ്ങളിൽ അപ്രധാനമാണ് എന്നുകൂടി ഈ സന്ദർഭം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി നമുക്കെല്ലാം മനപ്പാടമുള്ള ഒരു ഹദീസായിരിക്കും. ആ ഹദീസ് 4 സ്വഹാബികളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അത് മഷൂറാണ് ആ ഹദീസ്. അപ്പോൾ 4 പരമ്പരകൾ ആ ഹദീസിനുണ്ട്. അതുകൊണ്ട് അത് മഷൂറാണ്. രണ്ടാമത്തെ ഇനം അസീസാണ്. 2ൽ കുറയാത്ത പരമ്പര ആ ഹദീസിനുണ്ടായിരിക്കുക. റസൂലിൽ നിന്ന് 2 സഹാബികളിൽ, അവരിൽ നിന്ന് പിന്നീട് ശിഷ്യന്മാരിലൂടെയുള്ള ഗുരു ശിഷ്യ ശൃംഖല, എല്ലായിടത്തും 2ൽ കുറയാത്ത ആളുകൾ ഉണ്ടാകണം. അങ്ങനെ വന്നാൽ അതിന് അസീസ് എന്നാണ് പണ്ഡിതന്മാർ നൽകുന്ന സാങ്കേതിക നാമം. മൂന്നാമത്തത് ഒരാൾ മാത്രം ഉദ്ധരിക്കുന്ന റിപ്പോർട്ട്. അതിന് ഒരീബ് എന്നും ഫർദ് എന്നും ചിലപ്പോൾ പറയാറുണ്ട്. ഇപ്പം നമുക്ക് പരിചയമുള്ളൊരു ഹദീസുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ആ ഹദീസ് ഒരീബായ റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിൽ നിന്ന് അൽഖമ റളിയല്ലാഹു അൻഹു, അൽഖമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുഹമ്മദ് ബിൻ ഇബ്രാഹിം തൈമി, അദ്ദേഹത്തിൽ നിന്ന് യഹ്യ ബിൻ സഈദ്. ഇവരെല്ലാം താബി പണ്ഡിതന്മാരാണ്. ആ താബി പണ്ഡിതനായ യഹ്യ ബിൻ സഈദിൽ നിന്ന് ഒരുപാട് ആളുകൾ, വലിയ ഒരു സംഘം ആളുകളാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഹദീസിൻ്റെ തുടക്കത്തിൽ സഹാബി ഒരാൾ മാത്രമാണ്,
താബിയിലും ഒരാൾ മാത്രമാണ്. താബിയിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു സംഘം ആളുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. പ്രസിദ്ധമാണ് ഹദീസ്. പക്ഷേ ഹദീസിൻ്റെ നിദാനശാസ്ത്രം അനുസരിച്ച് ആ ഹദീസ് ഒരീബായ ഹദീസാണ്, ഒരു പരമ്പര മാത്രമാണ് ആ ഹദീസിൻ്റെ തുടക്കത്തിലുള്ളത്. ഇങ്ങനെ ഖബർ ആഹാദിനെ 3 തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് മഷ്ഹൂർ, രണ്ടാമത്തെ അസീസ്, മൂന്നാമത്തത് ഒരീബ്. ഈ 3 ഇനങ്ങളിലും സ്വീകാര്യമായ ഹദീസുമുണ്ടാകാം, പ്രമാണയോഗ്യമല്ലാത്ത ഹദീസുകളുമുണ്ടാകാം. മുത്തവാത്തിറിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണയോഗ്യമല്ലാത്ത ഒരു റിപ്പോർട്ടും മുത്തവാത്തിറിലില്ല. എന്നാൽ ഖബർ ആഹാദിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വീകാര്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അങ്ങനെ വിധി പറയേണ്ടി വരികയും ചെയ്യും. സ്വീകാര്യമായ ഹദീസും അല്ലാത്തതുമായി പണ്ഡിതന്മാർ 3 ഹദീസിനെ ചുരുക്കത്തിൽ വിഭജിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് നമ്മളെപ്പോഴും കേൾക്കുന്ന സ്വഹീഹായ ഹദീസ്, നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. രണ്ടാമത്തത് ഹസൻ എന്ന് പറയുന്നതാണ്. ഈ സ്വഹീഹും ഹസനും രണ്ടും സ്വീകാര്യമാണ്, പ്രമാണമാണ് സ്വഹീഹും ഹസനും. മൂന്നാമത്തെ ഇനം ദഈഫാണ്, അത് തിരസ്കൃതമായ സ്വീകാര്യമല്ലാത്ത ഹദീസാണ്. ഇങ്ങനെ ഹദീസുകളെ അതിൻ്റെ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ 3 തരം തിരിച്ചിട്ടുള്ളത്: സഹീഹ്, ഹസന്, ദഈഫ്. ഒരു ഹദീസ് സഹീഹാണ് എന്ന് ഒരു പണ്ഡിതൻ വിധി പറയണമെങ്കിൽ വളരെയധികം ജാഗ്രതയോടുകൂടെ ആ ഹദീസിൻ്റെ സനദും മത്തിനുമൊക്കെ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. 5 നിബന്ധനകളാണ് ഹദീസ് സഹീഹാകാൻ വേണ്ടത് പണ്ഡിതന്മാർ മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഇത്തിസാലു സനദാണ്. ഗുരു ശിഷ്യ ശൃംഖല അത് കണ്ണിമുറിയാതെ ചേർന്നു വരണം. ഉദാഹരണം, ഇമാം ബുഖാരി റഹിമഹുല്ല ഒരു ഹദീസ് ഏത് ഉസ്താദിൽ നിന്ന് പഠിച്ചുവോ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണോ, അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഉസ്താദ് ആരാണോ, അങ്ങനെ സ്വഹാബി വരെയുമുള്ള ആ ശൃംഖലയിൽ ഒരു ഗുരുവും ഒരു ശിഷ്യനും നഷ്ടപ്പെട്ടു പോകാതെ മുഴുവൻ ആളുകളും പരാമർശിക്കപ്പെട്ട കണ്ണിച്ചേർന്നു വരണം. പരസ്പരം കാണുകയും കേൾക്കുകയും ഒരുമിച്ച് കഴിയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് ഗുരു ശിഷ്യന്മാർ. ആ ഉദ്ധരിക്കപ്പെടുന്ന ആളുകളുടെ ശൃംഖലയിൽ ആരും നഷ്ടപ്പെടാതെ മുഴുവൻ ആളുകളും ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതാണ് സഹീഹാകാൻ വേണ്ട ഒന്നാമത്തെ നിബന്ധന. അപ്പോൾ ഒരു പണ്ഡിതൻ്റെ ഒന്നാമത്തെ പണി അത് പഠിച്ചുണ്ടാക്കുക എന്നാണ്. ഈ ഗുരു ശിഷ്യന്മാർ ആരൊക്കെയാണ്, ഇവരെ പരസ്പരം കണ്ടിരുന്നോ, പഠിച്ചിരുന്നോ, കേട്ടവരാണോ, ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, ആ സനദിലുള്ള ഈ ഗുരു ശിഷ്യ പരമ്പരയിലുള്ള ഓരോ വ്യക്തിയുടെയും അവസ്ഥ പഠിക്കണം. അതിൽ ഒന്നാമത്തെ അവസ്ഥ, രണ്ടാമത്തെ നിബന്ധന, റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അദാലത്തുള്ള വ്യക്തിയായിരിക്കണം. ധാർമ്മികതയുള്ള, വളരെ ഭക്തരായി ജീവിച്ചിട്ടുള്ള, വിവേകമതികളായ, മാന്യനായി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കണം. അയാൾ പടച്ചവൻ്റെ മുമ്പിൽ തഖ്വയോടെ ജീവിച്ച ആളാവണം. മാന്യതക്കെതിരായതൊന്നും ചെയ്യാത്ത വ്യക്തിയാവണം. അത്തരത്തിൽ വിശ്വസ്തനായ, സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കണം. അതാണ് അദാലത്ത് വേണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ നിബന്ധന ഹിഫ്ളാണ്, ലബത്താണ്. ഹദീസ് ഹൃദ്യസ്ഥമാക്കുകയും ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ മനസ്സിൽ നിന്ന് തപ്പിത്തടവില്ലാതെ, ഓർമ്മക്കുറവില്ലാതെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഓർമ്മശക്തി ഉണ്ടാകണം. പരിപൂർണമായ ഓർമ്മശക്തി ഉണ്ടാകണം. ഈ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ അത് സുരക്ഷിതമായി സൂക്ഷിക്കുകയും ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം അത് അവലംബിച്ചുകൊണ്ട് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആ ശൈഖിന് സാധിക്കുകയും ചെയ്യണം. ഈ നിലക്ക് ലബത്തുണ്ടായിരിക്കണം, കൃത്യത ഹദീസിൻ്റെ കാര്യത്തിൽ ഈ പറയപ്പെട്ട ശൃംഖലയുടെ എല്ലാ പണ്ഡിതന്മാർക്കും ഉണ്ടായിരിക്കണം.
ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഹദീസിൻ്റെ സനദിനെ സംബന്ധിച്ച് സ്വീകാര്യതയുടെ ഒരു തലത്തിലേക്ക് എത്തും. പക്ഷേ 2 കാര്യങ്ങൾ കൂടി ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഷാദാവാതിരിക്കണം. പ്രബലരായ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾക്ക്, റിപ്പോർട്ടുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എതിരാകാതിരിക്കണം. ആൾ നല്ല മനുഷ്യരാണ്, വിശ്വസ്തനാണ്, സ്വാത്വികനാണ്, കൊള്ളാവുന്ന ആളാണ്. പക്ഷേ അയാൾ പറഞ്ഞത് അതേ റിപ്പോർട്ട് മറ്റുള്ള ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്, എതിരാണ് ഇയാളുടേതെങ്കിൽ ആ ഹദീസിനെ ഷാദായിട്ട് പരിഗണിക്കും. ഇപ്പോൾ ഒരു അധ്യാപകൻ 10 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. 9 ആളുകളും പറയുന്നു ഉസ്താദ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന്. അതിൽ ഒരാൾ പറഞ്ഞു ഇവർക്കൊക്കെ പറഞ്ഞതിന് എതിരായിക്കൊണ്ട്. ആ പറഞ്ഞ ആൾ മനഃപൂർവ്വം കളവ് പറയുന്ന ആളൊന്നുമല്ല, ആൾ സത്യസന്ധനും വിശ്വസ്തനുമാണ്. എന്നാൽ അയാളുടെ റിപ്പോർട്ട് ഷാദായ റിപ്പോർട്ടായിട്ട് ലഈഫിൻ്റെ ഇനത്തിൽ ഉൾപ്പെടുത്തും. ദുർബലമായ റിപ്പോർട്ടായിട്ടാണ് പരിഗണിക്കുക. കാരണം 9 ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്നതിനേക്കാളും ഏറെ സാധ്യതയുള്ളത് ഈ ഒറ്റപ്പെട്ട റിപ്പോർട്ട് പറഞ്ഞ ആ വ്യക്തിക്കാണ് അബദ്ധത്തിൻ്റെ സാധ്യതയുള്ളത്. അതുകൊണ്ട് പ്രബലരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിന് എതിരായിക്കൊണ്ട് വരുന്ന ഹദീസ് സഹീഹിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. 5-മത്തൊരു നിബന്ധന ഇല്ലത്തില്ലാതിരിക്കണമെന്നതാണ്. അത് കുറച്ച് ഗഹനമായ നിബന്ധനയാണ്. സാധാരണ ഒരു പണ്ഡിതന് സാധ്യമല്ലാത്തതും അവഗാഹമുള്ള പണ്ഡിതന്മാർക്ക് മാത്രം കഴിയുന്നതുമാണത്. നമ്മൾ പൈസയൊക്കെ ATM എന്നെടുത്ത് പല പ്രാവശ്യം എണ്ണി ഉറപ്പിച്ച് ആ കാശ് കൊണ്ട് ഈ ബാങ്കിലേക്ക് കൊടുത്താൽ ബാങ്കിലിരിക്കുന്നൊരു ക്യാഷ്യറുണ്ട്, അയാൾ ഇങ്ങനെ എണ്ണിയിട്ട് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. നമ്മൾ എത്രയോ പ്രാവശ്യം എണ്ണിയതാണ്, പക്ഷെ അയാൾ എണ്ണുമ കൈ പിടിച്ചപ്പോൾ അതിനൊക്കെ മനസ്സിലായി ഇത് കള്ളനോട്ടാണ്. ഇത്തരത്തിൽ ഹദീസിൽ അവഗാഹവും വളരെ കാലത്തെ പരിചയവും ഹദീസിൻ്റെ സനദുകളും അതിൻ്റെ റാവികളെക്കുറിച്ചുമൊക്കെ കൃത്യമായ വിവരവുമുള്ള ഒരു പണ്ഡിതന് കണ്ടെത്താൻ കഴിയുന്നതാണ് ഇത്തരം ഇല്ലത്ത് എന്ന് പറയുന്നത്. ബാഹ്യദൃഷ്ടിയിൽ ഹദീസ് സ്വീകാര്യമാണ്, പ്രത്യക്ഷത്തിൽ ഹദീസ് കൊള്ളാവുന്നതാണ്. അതിസൂക്ഷ്മമായ വിശകലനം നടത്തുമ്പോൾ പണ്ഡിതന്മാർ കണ്ടെത്തുന്നു ഈ ഹദീസിന് നിഗൂഢമായ ഒരു ന്യൂനതയുണ്ട്. ആ ന്യൂനതയുള്ളത് കൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല. മുഅല്ലൽ എന്നാണ്, മഅലൂൽ എന്നാണ് അത്തരം ഹദീസുകൾക്ക് പണ്ഡിതന്മാർ പറയുന്നത്. ചെറിയൊരു ഉദാഹരണം സൂചിപ്പിക്കാം. ഇസ്മായിൽ ഇബ്നു അയ്യാഷ്, സമയം തീർന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉദാഹരണം തീർന്നു. അപ്പം ഇത്തരത്തിൽ ഹദീസുകളെക്കുറിച്ച് സൂക്ഷ്മ വിശകലനം നടത്തി അതിൻ്റെ നിഗൂഢമായ ന്യൂനത കണ്ടെത്തുന്നതാണ് 5-മത്തെ കാര്യം. ഈ 5 നിബന്ധനകൾ പരിപൂർണമായും വരുന്ന ഒരു റിപ്പോർട്ടിനാണ് സ്വഹീഹായ റിപ്പോർട്ട് എന്ന് പറയുക. അതിൽ 4 നിബന്ധനകളും പാലിക്കപ്പെടുകയും 1 നിബന്ധനയിൽ കുറവ് വരികയും ചെയ്തു. അതേതാണ്? പരിപൂർണമായ ഓർമ്മശക്തി ചിലർക്കുണ്ടാവില്ല, കുറച്ചൊക്കെ ഒരു കുറവുണ്ടാവും. അങ്ങനെ ചെറിയ ഒരു കുറവുള്ള റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ടിനാണ് ഹസൻ എന്ന് പറയുന്ന 2-മത്തെ സ്വീകാര്യമായ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പറഞ്ഞ ഈ ഷർത്തുകളിൽ ഒന്നോ അതല്ലെങ്കിൽ മുഴുവനോ അതിൻ്റെ അപ്പുറം വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ റിപ്പോർട്ടാണെങ്കിൽ അതെല്ലാം ലഈഫിൻ്റെ ഇനങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദുർബലമായ റിപ്പോർട്ടുകളാണ്, പ്രമാണമല്ല, തെളിവിന് സ്വീകാര്യമല്ല. ലഈഫ് എങ്ങനെയൊക്കെ വരാം, അത് ഏതെല്ലാം ഇനങ്ങളുണ്ട്, ഏത് തരത്തിൽ വരുമ്പോൾ അതിനെങ്ങനെ പേര് നൽകിയിട്ടുണ്ട്, ഇത് വിശദമായും ഹദീസ് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. വലിയ ഒരു സേവനം ആ രംഗത്ത് അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട്. വളരെ ത്യാഗപൂർവം അവർ നിർവഹിച്ചിട്ടുള്ള ആ സേവനങ്ങൾ നാം വിലമതിക്കുകയും
അത്തരത്തിലുള്ള ഹദീസ് പണ്ഡിതന്മാരുടെ സമാഹാരങ്ങളും പഠനങ്ങളുമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ ഈ നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുക, അതിൽ പണ്ഡിതന്മാരുമായി ചോദിച്ചറിയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അനുധാവനം ചെയ്ത് ജീവിക്കുവാനും നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.